ഹായ്, നമ്മുടെ പേഴ്സണൽ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് എങ്ങനെ പ്രൊഫഷണൽ അക്കൗണ്ടാക്കി ചേഞ്ച് ചെയ്യാം എന്ന് നമുക്കൊന്ന് നോക്കാം. അതിനുവേണ്ടി നമ്മുടെ അക്കൗണ്ട് എടുക്കുക, പ്രൊഫൈൽ എടുത്ത് വലതുവശത്ത് മുകളിലായിട്ട് ആ 3 ലൈൻ കാണാം, അതിലൊന്ന് പ്രസ് ചെയ്യുക. അവിടെ സെറ്റിങ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമുക്ക് കാണാൻ സാധിക്കും, അതൊന്ന് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമുക്കിവിടെ കാണാൻ സാധിക്കും, അതൊന്ന് എടുക്കുക. അക്കൗണ്ട് സെലക്ട് ചെയ്തതിന് ശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്യുക. അവിടെ സ്വിച്ച് ടു പ്രൊഫഷണൽ അക്കൗണ്ട് എന്ന് പറഞ്ഞ് കാണിക്കും, അതൊന്ന് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഗെറ്റ് പ്രൊഫഷണൽ ടൂൾസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ താഴെയായിട്ട് കണ്ടിന്യൂ എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണും, അതിൽ 4 പ്രാവശ്യം ഒന്ന് ക്ലിക്ക് ചെയ്യുക. 4 പ്രാവശ്യം ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ വാട്ട് ബെസ്റ്റ് ഡിസ്ക്രൈബ് യു എന്ന് പറഞ്ഞ് കാണിക്കും. നമ്മളുടെ കാറ്റഗറി ഏതാണോ അത് സെലക്ട് ചെയ്യുക. ആർട്ടിസ്റ്റ് ആണ് ആർട്ടിസ്റ്റ്, മ്യൂസീഷ്യൻ ആണെങ്കിൽ മ്യൂസീഷ്യൻ, ബ്ലോഗർ ആണെങ്കിൽ ബ്ലോഗർ, ഇനി ഡിജിറ്റൽ ക്രിയേറ്റർ ആണെങ്കിൽ ഡിജിറ്റൽ ക്രിയേറ്റർ, ഏതാണോ നമ്മളുടെ കാറ്റഗറി അത് സെലക്ട് ചെയ്യുക. ഡൺ കൊടുക്കുക. ഡൺ കൊടുത്തു കഴിയുമ്പോൾ RUA ക്രിയേറ്റർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. അവിടെ ക്രിയേറ്റർ, ബിസിനസ് 2 ഓപ്ഷൻ വരും. അതിൽ ക്രിയേറ്റർ നമ്മൾ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് കൊടുക്കുക. ഇവിടെ നമുക്ക് 4 സ്റ്റെപ്പ് കാണാൻ സാധിക്കും. ഈ 4 സ്റ്റെപ്പുകൾ കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് നമ്മളുടെ പേഴ്സണൽ അക്കൗണ്ട് പ്രൊഫഷണൽ അക്കൗണ്ടിലേക്ക് സ്വിച്ച് ആകുന്നത്. ആദ്യത്തെ സ്റ്റെപ്പ് കംപ്ലീറ്റ് യുവർ പ്രൊഫൈൽ എന്നുള്ളതാണ്. നമ്മൾ പ്രൊഫൈൽ ഡീറ്റെയിൽ എല്ലാം കൊടുത്തിട്ടുള്ളത് കൊണ്ട് അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി 3 സ്റ്റെപ്പ് കൂടിയാണ് ബാലൻസ് ഉള്ളത്. അതിൽ രണ്ടാമത്തെ സ്റ്റെപ്പ് ഗെറ്റ് ഇൻസ്പയർ എന്നുള്ളതാണ്. അതൊന്ന് സെലക്ട് ചെയ്യുക. ഇവിടെ ഒട്ടനവധി ഇൻസ്റ്റാഗ്രാം ക്രിയേറ്റേഴ്സിനെ കാണാൻ പറ്റും. അതിൽ ആരെയെങ്കിലും നമ്മളൊന്ന് ഫോളോ ചെയ്യുക. അതിനുശേഷം മുകളിലത്തെ ആ നീല ടിക്ക് ഒന്ന് കൊടുക്കുക. ടിക്ക് കൊടുക്കുമ്പോൾ രണ്ടാമത്തെ ഓപ്ഷൻ കംപ്ലീറ്റ് ആയിരിക്കുന്നതാണ്. മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഗ്രോ യുവർ ഓഡിയൻസ് എന്നുള്ളതാണ്. അത് സെലക്ട് ചെയ്യുക. നമ്മളുടെ ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സിനെ വർദ്ധിപ്പിക്കാൻ വേണ്ടി നമ്മളുടെ അക്കൗണ്ട് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. അതിനുവേണ്ടി നമുക്ക് മെസ്സേജ് വഴി ഷെയർ ചെയ്യാം, അല്ലെങ്കിൽ മെയിൽ വഴി ഷെയർ ചെയ്യാം. നമുക്കിഷ്ടമുള്ള ഈ ഓപ്ഷനുകളിലൂടെ എല്ലാം തന്നെ ഷെയർ ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ഏതെങ്കിലും ഒരു വഴി ആരെങ്കിലും ഒന്ന് ഇൻവൈറ്റ് ചെയ്യുക. ഇൻവൈറ്റ് ചെയ്തതിന് ശേഷം മുകളിലത്തെ ആ നീല ബട്ടൺ ഒന്ന് ടിക്ക് കൊടുക്കുക. നീല ബട്ടൺ ടിക്ക് കൊടുക്കുമ്പോൾ മൂന്നാമത്തെ സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയി എന്ന് പറഞ്ഞ് നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമ്മുടെ അവസാനത്തെ സ്റ്റെപ്പാണ് 4ാമത്തെ സ്റ്റെപ്പ്. ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് എന്ന് പറഞ്ഞാണ്. നമ്മളിത് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ക്രിയേറ്റ് എ പോസ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അവിടെ നമുക്കിഷ്ടമുള്ള ഏതെങ്കിലും ഒരു പോസ്റ്റ് സെലക്ട് ചെയ്യുക. നമ്മളത് പോസ്റ്റ് ചെയ്യുക. പോസ്റ്റ് ചെയ്തതിന് ശേഷം ബ്ലൂ ടിക്ക് കൊടുക്കുക. നമ്മളുടെ പോസ്റ്റ് അവിടെ വന്നിരിക്കുന്നത് കാണാം. ഈ 4 സ്റ്റെപ്പും കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിലേക്ക് വരിക. 4ാമത്തെ സ്റ്റെപ്പ് കംപ്ലീറ്റ് ആകാൻ വേണ്ടി കുറച്ച് ടൈം എടുക്കും. അതുകൊണ്ട് തന്നെ 3 or 4 സ്റ്റെപ്പ് കംപ്ലീറ്റ് എന്ന് പറഞ്ഞായിരിക്കും കാണിക്കുന്നത്. 4ാമത്തെ സ്റ്റെപ്പ് പെൻഡിങ്ങിലായിരിക്കും. അത് കുറച്ച് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ക്ലിയർ ആയിക്കോളും. ഇപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിൽ പേഴ്സണൽ ഡാഷ്ബോർഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് നമ്മളുടെ അക്കൗണ്ടിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിലുകളും അറിയാൻ പറ്റും. നമുക്ക് എത്ര പേര് നമ്മളെ ഫോളോ ചെയ്തിട്ടുണ്ട്, നമ്മളുടെ അക്കൗണ്ട് എത്ര പേര് കണ്ടിട്ടുണ്ട് എന്നതെല്ലാം ഇവിടേക്ക് വരുന്നതാകും. ഇതിൻ്റെ ഡീറ്റെയിൽ എല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കും. നമ്മളിപ്പം ഇത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് കൊണ്ട് ഇതിലേക്ക് ഇപ്പം ഡീറ്റെയിലുകൾ വരില്ല. നമ്മൾ 2 ദിവസം വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ ഡീറ്റെയിലുകളെല്ലാം ഇതിലേക്ക്, നമ്മളുടെ അക്കൗണ്ട് ആരൊക്കെ കയറിയിട്ടുണ്ട്, എത്ര ഫോളോവേഴ്സ് ഉണ്ട്, നമ്മുടെ അക്കൗണ്ട് ആക്ടിവിറ്റി എല്ലാം നമുക്കിതിൽ അറിയാൻ പറ്റും. ഈ രീതിയിൽ നമുക്ക് നമ്മുടെ പേഴ്സണൽ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് പ്രൊഫഷണൽ അക്കൗണ്ടാക്കി സ്വിച്ച് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്.